4 വർഷ ബിരുദം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജ് പ്രിൻസിപ്പൽമാരും കോർഡിനേറ്ററുമായി സംവാദം നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടെത്തി സൗകര്യങ്ങൾ ഒരുക്കേണ്ട കടമയാണ് അധ്യാപകർക്കുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ന് ഗ്ലോബലൈസേഷന്റെ കാലത്ത് അതിർത്തി രേഖകൾ അസംഗതമാകുന്ന ഒരു ലോകത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും പാശ്ചാത്യ സർവകലാശാലകളിലും മറ്റ് ഇടങ്ങളിലുമൊക്കെ തന്നെ 4 ഇയർ UG പ്രോഗ്രാമാണ് സ്വീകാര്യമാകുന്നത് എന്ന സാഹചര്യത്തിൽ 3 വർഷ ഡിഗ്രി കോഴ്സിൽ പരിമിതപ്പെടാൻ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് നിർഭാഗ്യകരമായ ഒരു അവസ്ഥയുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് 4 ഇയർ UG പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനോ തൊഴിലവസരങ്ങൾക്കോ ആയിട്ട് വിദേശങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായും വേണ്ടുന്ന ഒന്നാണ് ഈ 4 ഇയർ UG എന്നുള്ളത്. എല്ലാ കുട്ടികളും അത്തരത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ 4 ഇയർ UG പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ വൈസ് ചാൻസലർ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ളതുപോലെ 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റുകൾ ആർജിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭ്യമായി ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ട് കോളേജ് വിട്ടുപോകാൻ അനുമതിയുണ്ട്. അവിടെ എക്സിറ്റ് ഉണ്ട്. കൂടുതൽ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്കാണ് 4-ാം വർഷം തുടർന്നുകൊണ്ട് 177 ക്രെഡിറ്റുകൾ ആർജിച്ച് ഓണേഴ്സ് ബിരുദം നേടുന്നതിനുള്ള സാധ്യത നൽകുന്നത്. വളാഞ്ചേരി MES KVM കോളേജിൽ നടന്ന പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിലെ റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ വി ഷഫീഖ്, ഡോക്ടർ കെ സുധീന്ദ്രൻ എന്നിവർ സംശയങ്ങൾക്ക് മറുപടി നൽകി. പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ M നാസർ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ഡോക്ടർ ടി വസുമതി, ഡോക്ടർ റിച്ചാർഡ് സ്കറിയ, MES KVM കോളേജ് പ്രിൻസിപ്പലും കാലിക്കറ്റ് സർവകലാശാല 4 വർഷ ബിരുദ പ്രോഗ്രാം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ KP വിനോദ് കുമാർ, MES കോളേജ് കമ്മിറ്റി ചെയർമാൻ OC മുഹമ്മദ് സലാഹുദ്ദീൻ, സെക്രട്ടറി ഡോക്ടർ P മുഹമ്മദ് അലി, ട്രഷറർ പ്രൊഫസർ പറയിൽ മൊയ്തീൻകുട്ടി, സർവകലാശാല പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഗോഡിൻ സാംരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് വളാഞ്ചേരി.